എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഞാൻ താമസിക്കുന്നതിനടുത്തായിട്ട് നിൽക്കുന്ന ഒരു പ്ലാവും അതിൽ പിടിച്ച് കിടക്കുന്ന ചക്കയുമാണ്. ചക്കകളാണ്, ഒരു ചക്കയല്ല, ഒരുപാട് ചക്കകൾ പിടിച്ച് കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ചക്കയുടെ സമയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഇവിടെയും ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട്, ചക്ക വേവിക്കുന്നതെന്ന് നാട്ടിൽ പറയുന്നത്, എൻ്റെ നാട്ടിലൊക്കെ. അപ്പം ചക്ക വേവിക്കുന്നത് കണ്ടിട്ട് ഞാനും ഇവിടെ ചക്ക പറിച്ച് കുഴച്ചെടുക്കുന്ന വീഡിയോ അന്ന് ഇട്ടിരുന്നു. ഇതിപ്പം ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ചക്ക ഇല്ലാത്ത സമയത്ത് ഇവിടെ ചക്ക പിടിച്ചത് കൊണ്ട് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിറച്ചും ചക്ക പിടിക്കും. ഒരു സൈഡിൽ ചക്ക വിളഞ്ഞ് നമ്മൾ പറിച്ച് തീർന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സൈഡിൽ ചെറിയ ചക്കകളുണ്ടാകും. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ ചക്കയ്ക്കൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ പല ഷേപ്പ് അങ്ങനെ ആ ഒരു രീതിയല്ല, എല്ലാം ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഉള്ള ചക്കകളാണ് കാണാനുള്ളത്. ഇത് ഇവിടുത്തെ മിലിറ്ററി സെക്യൂരിറ്റിയാണ്, ആളവിടെ നിന്നതാണ്. അപ്പം ഞങ്ങൾ ചക്കയ്ക്ക് കാവൽ നിൽക്കുകയാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവർ ചക്ക പറിച്ച് കഴിഞ്ഞാൽ ഇത് വെട്ടിയിട്ട് നമ്മുടെ കൂട്ട് ഇതിൻ്റെ ആ അരക്കുണ്ടല്ലോ, പശ, അതിങ്ങനെ തുടച്ച് കളയുന്നതിനേക്കാളും കൂടുതൽ ഇവരിത് കഴുകിയെടുക്കുകയാണ് പതിവ്. വെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോഴത്തേക്കും ഈ കറ നന്നായിട്ട് പോകുന്നുണ്ട്. ആദ്യമൊന്നും ഞാൻ സമ്മതിക്കുകയല്ലായിരുന്നു, എനിക്കറിയാത്തത് കൊണ്ടായിരുന്നു. പക്ഷേ ഇവനാണിതിൽ ഏറ്റവും എക്സ്പേർട്ട്, പെണ്ണുങ്ങളെക്കാളൊക്കെ. അപ്പോൾ ഇവനിത് കറക്റ്റായിട്ടും കഴുകി കൊണ്ടുവന്ന് അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ടാണ് ഇത് പറിച്ചെടുക്കുന്നത്. പക്ഷെ ചക്കക്കുരുവിന് നമ്മുടെ നാട്ടിലെ അത്ര ടേസ്റ്റ് ഇല്ല, കാരണം ഒരു പൊടിയില്ല, കുറച്ച് കല്ലിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ചക്കക്കുരു അധികം ഉപയോഗിക്കുകയല്ല. പക്ഷേ ചക്കക്കുരു വെച്ച് കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നേ ഉള്ളൂ. അപ്പം ഇന്ന് ചക്ക വേവിച്ച് അതാണ് വൈകുന്നേരം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ: തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക്, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് കുരുമുളക്, ഇതൊക്കെ കൂടെ ചതച്ചെടുത്താണ് ഞാൻ ചെയ്യുന്നത്. പലയിടത്തും പല ടൈപ്പിലാണ് ചെയ്യുന്നത്, പക്ഷേ ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇവിടെ എരിവ് കുറച്ച് വേണം ചക്കയ്ക്ക് ഇവിടെയൊക്കെ എല്ലാവർക്കും. അപ്പോൾ കുറച്ച് എരിവ് ചേർത്താണ് ചെയ്യുന്നത്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ അരപ്പിന് ചക്കയ്ക്കകത്തേക്ക് അരപ്പിട്ടിട്ടങ്ങ് ചെയ്യും. ഇവിടെ ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർ ഈ അരപ്പ് ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പം നമ്മളെ രീതിക്കനുസരിച്ച് ഞാൻ എപ്പോഴും പറയുന്ന അടുക്കിട്ടേച്ചാൽ മതി, എന്നിട്ട് കുഴയ്ക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. പക്ഷേ ഇവരത് സമ്മതിക്കല്ല, ഇവർക്ക് ഇതിങ്ങനെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അവരത് നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് ചെയ്യാണ് പതിവ്. പിന്നെ ഇവിടെ കൂഴച്ചക്ക എന്ന് പറഞ്ഞൊരു സാധനമില്ല, ഇവിടെ വരിക്കച്ചക്ക മാത്രമേ ഉള്ളൂ. ഒരിക്കലും കണ്ടിട്ടില്ല ഇവിടെ കൂഴച്ചക്ക. ഇവിടെ ഇല്ല. എല്ലാ പ്ലാവിലും ചക്ക നോക്കിയാലും വരിക്കച്ചക്ക തന്നെയാണ്. അത് പല ടൈപ്പാണ് കേട്ടോ, പല ടേസ്റ്റുണ്ട്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് ടേസ്റ്റുള്ള ഒരു പ്ലാവിൻ്റെ ചക്കയാണ്. നല്ല ടേസ്റ്റാണ് ആ ചക്കയ്ക്ക്. ചിലതിന് അത്രയും മധുരമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കും, കാരണം അടിയിൽ പിടിക്കാതിരിക്കാനും. പിന്നെ ഈ വെള്ളം ഒഴിച്ച് കഴുകിയൊക്കെ അല്ലേ അവർ എടുത്തേക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തില്ല. പിന്നെ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ ഒരു വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കും. ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് തണുപ്പങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് എടുക്കും. അതുപോലെ ഇവർ മിക്സ് ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്, ഒരു പ്രത്യേകതയാണ്. നമ്മൾ കുഴയ്ക്കുന്നത് പോലെയല്ല ഇവർ കുഴയ്ക്കുന്നത്. പക്ഷേ ഞാൻ കുഴച്ചാലൊന്നും അതുപോലെ വരത്തില്ല. അതുകൊണ്ട് അവർ തന്നെ അത് മിക്സ് ചെയ്തെടുക്കും. അവർക്ക് നന്നായിട്ട് അറിയാം. അരപ്പ് മാത്രം നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, നമുക്ക് എത്രത്തോളം എരിവൊക്കെ വേണമെന്ന്. അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്തോളും, നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കും. ഇത് വെളിയിൽ വെച്ചാണ് ഇവർ ഇത് കുഴച്ചെടുക്കുന്നത്, വെളിയിലുള്ള ഒരു ടേബിളിൽ വെച്ച്. അതുകൊണ്ടാണ് കളറ് ശരിക്കും കാണാത്തത്, മഞ്ഞൾ കുറവ് പോലെ തോന്നുന്നത്. നന്നായിട്ട് ഇവർക്ക് ഇങ്ങനെയൊന്നും ഇവർ കഴിക്കില്ല. ഇവർ പഴുത്തത് മാത്രമേ ചക്ക ഇവിടെ ഉപയോഗിക്കാറുള്ളൂ, പച്ചയ്ക്കൊന്നും ഉപയോഗിക്കില്ല. ചക്കക്കുരു ഇവർ ഉപയോഗിക്കുകയല്ല. ഇതാണ് ഇവർ കുഴച്ചെടുക്കുന്ന ചക്ക, ഇങ്ങനെ ഇരിക്കും. അപ്പം ഇന്ന് ചക്കയും മീൻകറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ, സി യു.